ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നല്ല മധുരിക്കുന്ന ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികളൊക്കെ കഴിക്കാനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന, വാലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കുക. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കൂടുതലൊന്നും റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്മെല്ലൊക്കെ മാറി നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 10 സ്ലൈസ് ബ്രെഡാണ്. ഇത് ചെറിയ സൈസിലുള്ള ബ്രെഡാണ് കേട്ടോ. വലുതാണെങ്കിൽ ഇതിൽ കുറവ് മതി. അപ്പോൾ ഞാനിത് ചെറുതായതുകൊണ്ട് ഒരു 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറഞ്ഞ അളവിലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇതുപോലെ പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ പൊടിക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ തന്നെ മതിയാവും. പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം അതിലേക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ആവശ്യത്തിനുള്ള പാല് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 5 ടീസ്പൂൺ പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ഇല്ലാന്ന് തോന്നിയപ്പോൾ വീണ്ടും ഒരു 5 ടീസ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഞാൻ ഇവിടെ 10 ടീസ്പൂണ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. ചെറിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഉരുട്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോൾസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചെയ്യേണ്ടത് ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ കുഴി ഉണ്ടാക്കി കൊടുക്കുക. അത് നമുക്ക് ആ തേങ്ങയുടെ ഫില്ലിങ് അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്ങൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങയാണ് ചേർത്തത് മാത്രം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അത് ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൂടുതൽ പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അടുത്തത് ഇതുപോലെ ഒന്ന് കാണിക്കാം. ഇങ്ങനെ സെൻറ്ററിൽ കുഴി ഉണ്ടാക്കിയിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് റൗണ്ട് ആക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് റൗണ്ടിലാക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. കൂടുതലൊന്നും ഫില്ലിങ് ചെയ്യാൻ കഴിയില്ല കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു തേങ്ങയുടെ മിക്സ് പുറത്തേക്ക് വരും. അപ്പോൾ എല്ലാം ഞാനതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ബോൾസ് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ അടുത്തതും ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത് ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് തിരിച്ച് ഇങ്ങനെ ഇടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ, ബ്രെഡല്ലേ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ആയിട്ട് ഒന്ന് കോരിയിട്ടുണ്ട്. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മുങ്ങിക്കിടക്കണം എന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അതിലേക്ക് ഒരു ഏലക്കായ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. 2-3 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു ഒട്ടുന്ന ഒരു പരുവാകുമ്പോൾ ഇത് നമുക്ക് നിർത്താം. അപ്പോൾ ഇനി ആ ഒരു ചൂടുള്ള സിറപ്പിലേക്ക് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചൂടുള്ള സിറപ്പിലേക്ക് തന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ ഓരോ ബോൾസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് കൊടുക്കണം. ഇടയ്ക്കൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുക്കുകയെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് മുങ്ങും. അപ്പോൾ ഞാൻ അത്രയും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കൊടുത്താൽ മതി. ഒരു 30 മിനിറ്റ് ഇതിൽ സോക്കായി കിടക്കട്ടെ. അപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് ആ ഷുഗറൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും.
അപ്പോൾ ഇതൊരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിറപ്പ് വഴി നമ്മൾ ഗുലാബ് ജാമുനൊക്കെ കഴിക്കുന്ന പോലെ സിറപ്പോടെയാണ് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കപ്പ് പഞ്ചസാരയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു നെയ്വടയുടെയോ അതോ ഗുലാബ് ജാമുൻ്റെയോ എല്ലാത്തിൻ്റെ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. ആ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്